ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രത്യേകത ഉള്ളൊരു വീഡിയോ ആണ്. നമ്മളിന്നൊരു പ്രൊജക്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ലെൻസ് ഇല്ലാതെ ഒരു പ്രൊജക്ടർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടോം ആൻഡ് ജെറി ഞാനുണ്ടാക്കിയ പ്രൊജക്ടറിലൂടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു കേടായ ബൾബാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അറ്റം നമുക്കൊരു ആക്സോ ബ്ലേഡ് വെച്ച് മുറിച്ച് കളയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചാലും മുറിക്കാവുന്നതേ ഉള്ളൂ. മുറിക്കുമ്പോൾ സൂക്ഷിച്ച് മുറിക്കുക. നമ്മൾ മുറിച്ച ഭാഗം വേർപെടുത്തുന്നതിന് വേണ്ടി ഒരു കത്രി ഉപയോഗിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലെയർ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അടഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും മുറിച്ച് കളയുക. ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കാരണം ബൾബാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കയ്യിൽ വല്ലതും ഗ്ലാസ് കയറിക്കൊണ്ടാൽ മുറിയാൻ ചാൻസ് ഉണ്ട്. ഇതാ മുറിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ അകത്തുള്ള ഭാഗം, അതായത് ഫിലമെൻറ്റ്, അതൊക്കെ ചില്ല് പൊട്ടാത്ത രീതിയിൽ പൊട്ടിച്ചെടുക്കുക എന്നതാണ്. നമ്മൾ നേരത്തെ അകം പൊളിച്ച ബൾബ് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴുകിയതിന് ശേഷമുള്ള ബൾബാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ഷൈനിങ്ങോടെയുള്ള ബൾബാണ്. അടുത്തതായി ഞാനിവിടെ ഒരു പെട്ടിയാണ് എടുത്തിരിക്കുന്നത്, കാർഡ്ബോർഡ് ബോക്സ്. ഇവിടെ ഞാനൊരു പഴയ പാത്രത്തിൻ്റെ പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനൊന്നും തന്നെ വെച്ചിട്ടില്ല. നമ്മളെടുത്ത പെട്ടിയുടെ ഭാഗത്ത് ബൾബ് വെച്ചിട്ട് ബൾബിൻ്റെ ഔട്ട്ലൈൻ ട്രേസ് ചെയ്തെടുക്കുകയാണ് അടുത്തത്. ഇനി ഈ നമ്മൾ ട്രേസ് ചെയ്ത ഔട്ട്ലൈൻ ഒരു കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുക്കുക. നമ്മൾ വെട്ടുമ്പോൾ സൂക്ഷിച്ച് വെട്ടുക. പറ്റുമെങ്കിൽ ആ വരകളുടെ പുറത്തു നിന്ന് തന്നെ വെട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെട്ടുന്നത് ഇത്തിരിയെങ്കിലും മാറിപ്പോയാൽ ബൾബ് വയ്ക്കുമ്പോൾ അത് ലൂസാകി തറയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വെട്ടിയത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൾബ് ജസ്റ്റ് ഒന്ന് അതിലേക്ക് വെച്ച് നോക്കാം. ബൾബ് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പ് ഉപയോഗിച്ച് ബൾബിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത രണ്ട് വേസ്റ്റ് അടപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് അകത്ത് നമ്മുടെ ഫോൺ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഈ അടപ്പിലേക്ക് നമുക്ക് ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോൺ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതേപോലെ രണ്ടടപ്പിലും കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഫോൺ നല്ല രീതിയിൽ ഇരിക്കുകയുള്ളൂ. അടുത്തതായി നമുക്ക് ബൾബിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ക്ലീൻ ആയിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ഇമേജ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തതായി ഒരു മൊബൈൽ ഫോൺ എടുക്കുക. എന്നിട്ട് മൊബൈലിൽ ബ്രൈറ്റ്നസ് ഫുള്ളാക്കുക. എന്നിട്ട് പോർട്രേറ്റ് ഓഫ് ചെയ്തിടുക. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ഫോൺ പ്രൊജക്ടറിനകത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഇൻവേർട്ടഡ് രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഇമേജ് നേരെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫോൺ നമുക്ക് ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് ബോക്സിൻ്റെ അകത്തേക്ക് വയ്ക്കാം. ബോക്സിൻ്റെ അകത്തേക്ക് നമ്മൾ ഫോൺ വയ്ക്കുകയാണ്. ഇൻവേർട്ടഡ് രീതിയിലാണ് നമ്മൾ വയ്ക്കുന്നത്, അതായത് തലതിരിച്ചാണ്. എന്നിട്ട് ആ ബോക്സ് അടയ്ക്കുക.
ഞാൻ നമ്മുടെ പ്രൊജക്ടർ ഒരു സ്റ്റൂളിലാണ് ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്ടർ നമുക്കൊരു വാളിലേക്കാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. വാളിൽ നല്ല രീതിയിൽ ലഭിക്കാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു ഷീറ്റ് പേപ്പറിലേക്കാണ് പ്രൊജക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. നല്ല ക്വാളിറ്റിയോടെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. നമ്മുടെ പ്രൊജക്ടർ ഇതാ വർക്കിംഗ് ആയി തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോം ആൻഡ് ജെറിയാണ്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടാണ് സിനിമകൾ കാണുന്നത്. ആ ഒരു കാരണത്താലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പ്രൊജക്ടറിലുള്ള ലൈറ്റ് നേരെ ആ സ്ക്രീനിലേക്ക് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു സംശയം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊജക്ടറിലൂടെ നിങ്ങൾക്ക് വീഡിയോ അത്രയ്ക്ക് ക്ലിയറായിട്ട് ലഭിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിതൊരു ഫോൺ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തത്. നിങ്ങളിത് നേരിട്ടാണ് കണ്ടിരുന്നുവെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നേനെ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ ഇതിലൂടെ ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം വിപിൻ ലെജൻഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.